നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 675 675. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 675. ഇത് 175 സർഗം. യുധിഷ്ഠിരാദികളുടെ എതിരേൽപ്പ് എവിടെ? ഇന്ദ്രപ്രസ്ഥത്തിൽ ധർമ്മപുത്രാദികൾ ശ്രീകൃഷ്ണനെ വരവേൽക്കുന്ന ഭാഗത്തിൽ 25ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തി. ആമട്ടെഴും പാണ്ഡവന്മാരുടെ പുണ്യനികേതം തൃക്കൺ പാർത്തുള്ളിൽ ആനന്ദമാർന്നാൻ അമ്പോരുഹേക്ഷണൻ. താമരദളനയനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ തൻ്റെ ഇഷ്ടഭാജനങ്ങളായ പാണ്ഡവന്മാരുടെ സുഖജീവിതത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള സൗകര്യങ്ങളെ കണ്ടുകൊണ്ട് സംതൃപ്തിജനകമായിട്ട് ഒരു ദീർഘശ്വാസം വിട്ടു. ഓ, നന്നായി എന്നുള്ള നിലയിൽ. ഇനി 26ാമത്തെ ശ്ലോകം. സമ്പൂർണ്ണചന്ദ്രനോടൊപ്പം മിന്നും താരകൾ പോലവേ. അതായത് ആകാശത്ത് കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഇടയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ ഇവിടെ പാണ്ഡവന്മാരുടെയും മറ്റ് ഇഷ്ടജനങ്ങളുടെയും ഇടയിൽ ഭഗവാൻ മിന്നി. സമ്പൂർണ്ണചന്ദ്രനോടൊപ്പം മിന്നും താരകൾ പോലവേ വിളങ്ങിയിടുന്ന വൈദർഭി മുമ്പായവരിൽ എത്രയും. തൻ്റെ പട്ടമഹിഷിമാരിൽ മുന്നിൽ നിൽക്കുന്ന വൈദർഭി രുക്മിണി ദേവിയും ബഹുമാനം പൂണ്ട് ഈ വെണ്ണം പുകഴ്ത്തി പുരനാരികൾ. അവിടെയുള്ളവരെ രുക്മിണി ദേവീനെ വളരെയധികം പ്രശംസിച്ചു. ഈ മനോജ്ഞൻ്റെ മൃദുലസ്മിതവും തൃക്കടാക്ഷവും. അതിനെന്താ കാരണം? ഭഗവാന്റെ തൃക്കൺ പാർക്കൺ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാലുത്വം. ഈ മനോജ്ഞൻ്റെ മനസ്സിന് ജ്ഞാനം തരുന്ന ആളാണ് ഭഗവാൻ മനോജ്ഞൻ. ഈ മനോജ്ഞൻ്റെ മൃദുലസ്മിതവും തൃക്കടാക്ഷവും കണ്ട് ഉല്ലസിച്ചിടും ഇവരെ ധന്യധന്യകൾ. ഈ രുക്മിണ്യാദി പട്ടമഹിഷിമാരെ എന്താ വിളിക്കാം? ധന്യധന്യകൾ. ഇത്ര ധന്യതയുള്ളവരെന്ന് പറയാൻ പറ്റില്ല. അത്ര പൊൻവിളക്കും കുരുതിയും മറ്റുമേന്തി വരാങ്കികൾ. അതായത് ഈ കുരുതി എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് നഷ്ടം വരാൻ വേണ്ടിയിട്ട്, അതായത് പ്രാക്ക്, കണ്ണ്, ദൃഷ്ടി. ഓ ഇല്ലേ, ഒരു 10 ആള് കണ്ണിട്ടു എന്ന് പറയും നമ്മൾ. അതിനാണ് ഈ ഗുരുതി. വെറും ഏന്തി വരാങ്കികൾ ആനന്ദം മലതല്ലിക്കൊണ്ട് അലതല്ലിക്കൊണ്ടണഞ്ഞ് അമ്പോരുഹാക്ഷനെ. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു നേരം കാണാൻ, അടുത്ത് കാണാൻ അമ്പോരുഹാക്ഷനെ പ്രവേശിപ്പിച്ചു പാർത്ഥൻ്റെ പുണ്യമാം രാജധാനിയിൽ. അതായത് ഈ പാണ്ഡവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ രാജമന്ദിരമുണ്ട്. അപ്പോൾ അവിടെ അർജുനൻ്റെ അരമനയിലാണ് ഭഗവാൻ നിവാസസ്ഥാനം കൊടുത്തിട്ടുള്ളത്. കാരണം ഭഗവാന്റെ എല്ലാ ഇംഗിതങ്ങളും അറിഞ്ഞ് ചെയ്യത്തക്ക വിധത്തിൽ ഒരു കോട്ടം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അർജുനൻ്റെ അവിടെ ആക്കിയത്. ആനന്ദം മലതല്ലിക്കൊണ്ടണഞ്ഞ അമ്പോരുഹാക്ഷനെ പ്രവേശിപ്പിച്ചു പാർത്ഥൻ്റെ പുണ്യമാം രാജധാനിയിൽ. സൗഭാഗ്യപുഞ്ചം പാരിൻ്റെ കണ്ണിനു മഹിതോത്സവം. പാരിൻ്റെ കണ്ണിന്, ലോകത്തിലുള്ള എല്ലാ കണ്ണുള്ളവർക്കൊക്കെ ആനന്ദം കൊടുക്കുന്ന വിഗ്രഹം ആണ്, ശരീരമാണ് ആരുടെ? ഭഗവാന്റെ. അപ്പോൾ സൗഭാഗ്യപുഞ്ചം, സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനെ വന്നതായി കേട്ടു പാഞ്ഞോളിക്കിതച്ചെത്തി സമസ്തരും. എല്ലാവരും കൃഷ്ണൻ വന്നു എന്ന് കേട്ടതോടുകൂടി
ഉണ്ണുന്നവരെ ഊണ് നിർത്തി അങ്ങനെ എന്തൊക്കെയാണോ അതൊക്കെ വിട്ടിട്ടാണ് ഭഗവാനെ കാണേണ്ടത്. അപ്പോൾ വരൻ വിളിച്ചും വാർമെത്തമടക്കിടാൻ വധൂജനം. അപ്പം ആ സമസ്തർ എന്ത് ചെയ്തു? വരൻ വിളിച്ചും, നിങ്ങൾ വരുന്നുണ്ടോ ഭഗവാൻ, ഓരോ സ്ത്രീകളെ ഭർത്താക്കന്മാർ, നിങ്ങൾ വരുന്നുണ്ടോ ഭഗവാനെ കാണാൻ? അല്ലെങ്കിൽ വരന്മാർ, നീ വരുന്നുണ്ടോ, പുറപ്പെട്ടോ, ദാ ഭഗവാൻ വന്നു. വരൻ വിളിച്ചും വാർമെത്തമടക്കിടാൻ വധൂജനം. കൂട്ടാക്കാതെ കിടന്ന കിടപ്പിൽ പായ അല്ലെങ്കിൽ മെത്ത മടക്കി വയ്ക്കാൻ അത്രയും സമയം പോകാൻ പാടില്ല. ഭഗവാനെ കാണാൻ കുളിച്ചില്ലേ എന്നുള്ള പ്രശ്നമല്ല. കൂട്ടാക്കാതെ ഓടി വന്നെത്തി നോക്കി നിന്നു മുകുന്ദനെ. തിരക്കിൽ നന്നായി കാണാഞ്ഞു മൃഗാക്ഷികൾ വരാന്തയിൽ കരേറി നിന്നു നാഥൻ്റെ മൂർധാവിൽ പൂക്കൾ മെല്ലവേ. അപ്പോൾ വരാന്തയിലുള്ള പടികളിലൊക്കെ മോള് കയറി ഭഗവാന്റെ തലയിൽ പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. ഇനി മുഖം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. തിരക്കിൽ നന്നായി കാണാനും മൃഗാക്ഷികൾ, മാൻകണ്ണുകൾ മൃഗാക്ഷികൾ എന്ന് പറഞ്ഞ അർത്ഥം പറയാം. വരാന്തയിൽ കരേറി നിന്നു നാഥൻ്റെ മൂർധാവിൽ പൂക്കൾ മെല്ലവേ പൊഴിച്ച് ഇളം പുഞ്ചിരിയാൽ സ്വാഗതം ചൊല്ലി ധന്യകൾ. ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നമോവാകം അങ്ങനെ പറഞ്ഞു. വിശേഷനെ കണ്ട് ആനന്ദം തെങ്ങും സസ്നൂഷയാം പൃഥ. കുന്തിദേവി മരുമകളോടും കൂടി വന്ന് കണ്ടുന്നാ, പാഞ്ചാലിനും കൂടിയിട്ട്. വിശേഷനെ കണ്ടാനന്ദം തിങ്ങും സസ്നുഷയാം പൃഥ. മുൻകൂട്ടി വന്നിരുന്നീടും പൊന്മഞ്ചം വിട്ടണീറ്റുടൻ. മുൻകൂട്ടി വന്നിരുന്നീടും, ഭഗവാനെ കാണാൻ കുറേ നേരെ വന്നിരിക്കണു. പൊന്മഞ്ചം വിട്ട് എണീറ്റുടൻ അടുത്തണഞ്ഞു കൈകൂപ്പി നിൽക്കും കാർ കൊണ്ടൽ വർണ്ണനെ. എങ്ങനെ ഇത് വായിച്ച് സഹിക്കുക? ഭഗവാൻ കുന്തിദേവിനെ കാണുന്നത് കൈക്കൂപ്പിയും കൊണ്ടാണ്. കാരണം എന്താ? അച്ഛൻ്റെ പെങ്ങളാണ്, അച്ഛൻ പെങ്ങളാണ്. അടുത്തണഞ്ഞ് കൈകൂപ്പി നിൽക്കും കാർ കൊണ്ടൽ വർണ്ണനെ. പേർ കേട്ടൊരു മഹാഭാഗ പുണർനാൾ വാസുദേവനെ. വസുദേവൻ്റെ മകനായിരിക്കുന്ന വസുദേവനെ പുണർനാൾ കെട്ടിപ്പിടിച്ചു. എൻ്റെ ആങ്ങളുടെ മകനാണ് അല്ലേ. പേർ കേട്ടൊരു മഹാഭാഗ പുണർനാൾ വാസുദേവനെ, വസിക്കുന്ന ദേവനെ. നവനവങ്ങൾ അത്യന്തമഹിതങ്ങളും അങ്ങനെ നാഥൻ അർപ്പിക്കുവാൻ എന്തൊക്കെയോതാൻ കരുതിയിടിലും. ഭഗവാനെ കണ്ടാൽ എന്താണ് ആദ്യം പറയേണ്ടത് എന്നൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാനെ കണ്ടോട് കൂടിയിട്ട് അതൊക്കെ മറക്കും. നമ്മൾ മറക്കണം. മറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കണ്ടിട്ടില്ല എന്നർത്ഥം. എന്താ? ഭഗവാനെ കണ്ടാൽ പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല. അതാണ് സത്യം. അപ്പോൾ നാഥൻ അർപ്പിക്കുവാൻ എന്തൊക്കെയോതാൻ കരുതിയിടിലും. ഭഗവാന് കൊടുത്ത സന്തോഷം എന്തൊക്കെ കരുതിയിട്ടുണ്ട്, അതൊന്നും കൊടുക്കാൻ മറന്നു. പ്രേമാവേശത്തിൽ മുഴുകും ധർമ്മപുത്രൻ മുകുന്ദനെ. രാജാവ് ധർമ്മപുത്രരുടെ കാര്യമാണ് പറഞ്ഞത്. ധർമ്മപുത്രരും എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്, പൂച്ചെണ്ടുകൾ കൊടുക്കാനൊക്കെ, അതൊക്കെ മറന്നു. എന്നിട്ടോ പ്രേമാവേശത്തിൽ മുഴുകും ധർമ്മപുത്രൻ മുകുന്ദനെ പൂജിപ്പാൻ പോലും അന്നെല്ലാം മറന്നു ഗുരുനന്ദന. എൻ്റെ മുതുമുത്തശ്ശനുണ്ടല്ലോ, കൃഷ്ണൻ വന്നപ്പോൾ പൂജിക്കാൻ മറന്നു. കാരണം എന്താ? പ്രേമാവേശം. പ്രേമം തിങ്ങിയാൽ പിന്നെ പൂജയില്ല, ഒന്നുമില്ല അവിടെ. പരമശയോ കഴുകിച്ചില്ലയോ സർവേശ്വരൻ്റെ പാദപങ്കജം. പൃഥപെട്ടെന്നു ചോദിച്ചാൽ ഉണ്ണിയോടമ്പോടി വിധം. മൂത്ത മകനോട് കുന്തിദേവി ചോദിച്ചു, മോനെ നീ ഭഗവാന്റെ കാല് കഴുകിച്ചില്ലേ? എത്തൊരു ചോദ്യമാണ്, ആലോചിച്ചു നോക്കൂ. പൂജിപ്പാൻ പോലും അന്നെല്ലാം മറന്നു ഗുരുനന്ദന. പൃഥപെട്ടെന്നു ചോദിച്ചാൽ ഉണ്ണിയോട് അമ്പോടി ഈ വിധം. സ്നേഹത്തോടു കൂടി കഴുകിച്ചില്ലയോ സർവേശ്വരൻ്റെ പാദപങ്കജം.
പാൽ പോലും അവിടേക്ക് അല്പം ഇനിയും നൽകിയില്ല. കുടിക്കാൻ കുറച്ച് പാല് കൊടുത്തില്ലല്ലോ ഇതേവരെയായിട്ട്. ജഗദീശ്വരൻ്റെ കാര്യം പറഞ്ഞത്. ധർമ്മനന്ദനൻ ഉൾപ്പൂവിലെത്രയും സംഭ്രമിക്കവേ. ധർമ്മനന്ദനൻ യമധർമ്മരാജാവിൻ്റെ അവതാരമാണ് ധർമ്മപുത്രൻ. ധർമ്മനന്ദനൻ ഉൾപ്പൂവിലെത്രയും സംഭ്രമിക്കവേ ജ്യേഷ്ഠനൻ കൂടെ ഈ വണ്ണം നിൽപ്പതായി കാൺകിലേ മതി. ശ്രീകൃഷ്ണൻ പറയണേ, ഏട്ടൻ എൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കണം തന്നെ എനിക്ക് കാല് കഴുകിച്ചതും പാല് കുടിച്ചതൊക്കെ പോലെയായി എന്നാ. അതാണ് ഭക്തി ആദരവ് എന്ന് പറയും. ആലോചിച്ചു, എന്തൊരു പ്രസൻറ്റേഷനാണ്. ഈശ്വര. ഞാൻ ഇത് പറയാൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് മിസ്സ് ചെയ്തേനെ. നിങ്ങളല്ല മിസ് ചെയ്യുന്നത്, ഞാനാ മിസ് ചെയ്യുക. അപ്പോൾ ധർമ്മനന്ദനൻ ഉൾപ്പൂവിലെത്രയും സംഭ്രമിക്കവേ ജ്യേഷ്ഠൻ എൻ കൂടെ ഈ വണ്ണം നിൽപ്പതായി കാൺകിൽ അതേ മതി. അതാണ് എനിക്ക് സന്തോഷം ഈ വണ്ണം അരുൾ ചെയ്തുടൻ. ഇങ്ങനെ അച്ഛൻ പെങ്ങളുടെ മകനായിരിക്കുന്ന ധർമ്മപുത്രരുടെയും മനസ്സിന് ആയാസത്തെ വരുത്തുവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കൈ പിടിച്ചവിടം തന്നെ നിർത്തിനാൻ ഭക്തവത്സലൻ. നിങ്ങളിപ്പോൾ കാല് കഴിക്കും വേണ്ട, പാല് തരില്ല, അതൊക്കെ പിന്നെ ആവാം. നിങ്ങൾ എൻ്റെ ഒപ്പം കുറച്ച് നിൽക്കൂ, എനിക്കാണ് ആവശ്യം നിങ്ങളൊപ്പം നിൽക്കേണ്ടതാണ്. അത് ശരിയാണ്. എന്താ ശരി പട്ടാമ്പി ചോദിച്ചാൽ പട്ടാമ്പിക്ക് ഉത്തരം പറയാൻ ധർമ്മനന്ദനാണ് അദ്ദേഹം. എവിടെ ധർമ്മമുണ്ടോ അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടെന്നാ. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. പാലും കൈകാല് കഴിക്കലും നല്ല കാര്യം. വാട്ട് എ പ്രസൻറ്റേഷൻ. കൈ പിടിച്ചവിടം തന്നെ നിർത്തിനാൻ ഭക്തവത്സലൻ പാഞ്ചാലിയെ കൊണ്ടു കൊടുപ്പിച്ചാൽ പൃഥപൊടുന്നനെ. ഒരു ഭക്തി മൂത്ത് നാണിച്ചും കൊണ്ടാണ് പാഞ്ചാലി നിൽക്കുന്നത്. അങ്ങനെയാണ്. പാഞ്ചാലിയുടെ മനസ്സിൽ പാണ്ഡവന്മാരല്ല, ഫുള്ള്നെസ്. കൃഷ്ണ 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 കൃഷ്ണ. ജഗദീശ്വരൻ്റെ രൂപത്തിലാണെന്നും കൂടി മനസ്സിലാക്കണം. അല്ലാണ്ട് പാണ്ഡവന്മാരുടെ സ്ഥാനത്തല്ല, ഭർത്താവായിട്ടല്ല കാണുന്നത്. ജഗദീശ്വരൻ എൻ്റെ ഭർത്താക്കന്മാരെ സമയോചിതമായി പല പല ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചിട്ടുള്ള ജഗദീശ്വരനാണ് അദ്ദേഹം. ഇനി ഇവിടുന്ന് അങ്ങോട്ടും എൻ്റെ ഭർത്താക്കന്മാരൊക്കെ സ്ഥായിയായിട്ട് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരേ ആളേ ഉള്ളൂ. അതാരാ? ശ്രീകൃഷ്ണൻ. പാഞ്ചാലിയെ കൊണ്ടു കൊടുപ്പിച്ചാൽ പൃഥപൊടുന്നനെ കാച്ചിക്കുറുക്കിയിടിന പാൽ അത്യന്ത പ്രേമ നിർഭരം. വാത്സല്യം ഘനീഭവിച്ചതാണ് പ്രേമം. ശാരീരികമല്ല, ആധ്യാത്മികമാണ് എന്ന് ശ്രദ്ധിക്കുക. കാച്ചിക്കുറുക്കിയിടിന പാൽ അത്യന്ത പ്രേമ നിർഭരം ഗൽഗതം പൂണ്ടു കണ്ണീരാർന്നോതിനാൽ കുന്തി. ഇങ്ങനെ കൃഷ്ണൻ മറ്റാരുമല്ല, എന്നാൽ ഇനിയെങ്കിലും ഓർക്കണം. കൃഷ്ണൻ വേറൊരാളല്ല, പിന്നെ ആരാ? ഭദ്രേ വൈദർഭി തൊട്ടോരിൽ ഈ വിധം വന്നു പോകല പേർ കേട്ട രാജവംശത്തിൽ പിറന്നോരിവരെ വരും. ഇവരൊക്കെ ആരാ? ഈ ഭാരതഖണ്ഡത്തിൽ പ്രശസ്തന്മാരായ മക്കളാണ് ഭഗവാന്റെ ഭാര്യമാർ. ഭദ്രേ വൈദർഭി തൊട്ടോരിൽ ഈ വിധം വന്നു പോകലാവേ പേർ കേട്ട രാജവംശത്തിൽ പിറന്നോരിവരെ വരും. സുഭദ്രയും ദ്രൗപദിയും ഉടൻ തൃക്കാൽ വണങ്ങവേ. സുഭദ്ര ആരാം? ഭഗവാന്റെ സഹോദരിയാണ്. അതെങ്ങനെ ഇവിടെ വന്നു പെട്ടത്? ഈ സുഭദ്രയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ്റെ ആദേശപ്രകാരം ഒരു സന്യാസി വൈദ്യനായിട്ട് ദ്വാരകയിലെ ഒരു സ്ഥലത്ത് പോയി ഇദ്ദേഹം താമസിച്ചു. അപ്പോൾ ഏട്ടനൊക്കെ വന്ന്, അതായത്
ബലഭദ്രരൊക്കെ വന്ന് അർജുനൻ എന്ന സന്യാസിനെ പ്രദക്ഷിണം വെച്ച് സന്യസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊക്കെ കുറേ ബിസിയാണ് ഇവിടെ, ഞങ്ങളുടെ സഹോദരീനെ കൊണ്ട് അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അതാണ് ആവശ്യം. അങ്ങനെ കടത്തിക്കൊണ്ട് പോയതാണ്. കഥയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യണമെന്നായി. അപ്പോൾ ഇവനെ അനിയൻ പറഞ്ഞു, പെങ്ങൾ പോയതിൻ്റെ ശേഷം ഇനി യുദ്ധം എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ബലഭദ്രസ്വാമിക്ക് അറിയാം, ഈ കള്ളകൃഷ്ണൻ ഒത്താശ ചെയ്യാണ്ട് അർജുനൻ അതിന് പിന്നെ എന്താണെന്ന് പറയുക, മുതിരില്ല എന്നൊക്കെ അറിയാം. ഈ കഥകളൊക്കെ വായിച്ചാൽ ഭക്തി അറ്റ് ഇറ്റ്സ് പീക്ക്. നമ്മൾക്ക് ജീവിതത്തിൽ പ്രത്യാശ കൈവിടേണ്ട ആവശ്യമില്ല. ഈശ്വരൻ്റെ കഥകളും ഈശ്വരൻ്റെ ഉപദേശങ്ങളും കേട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നവും വരില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കുനിഞ്ഞുകൂപ്പിയേ നിന്നാൾ കൃഷ്ണൻ ത്രിഭുവനേശ്വരൻ. അത് സുഭദ്രയും ദ്രൗപദിയും ഉടൻ തൃക്കാൽ വണങ്ങവേ അച്ഛൻ പെങ്ങളെയും മറ്റു വന്യരായോരെയൊക്കെയും കുനിഞ്ഞുകൂപ്പിയേ നിന്നാൻ കൃഷ്ണൻ ത്രിഭുവനേശ്വരൻ. ത്രിഭുവനങ്ങൾക്ക് ഈശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ കുന്തിദേവിയെയും അതുപോലെ വയോവൃദ്ധന്മാരെയും കണ്ടപ്പോൾ കുനിഞ്ഞു നിന്നു തൊഴുതു നിന്നു എന്നാണ്. ഈ ഒരു ഗുണം നമ്മളിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇഷ്ടജനങ്ങളെ നമ്മളെക്കാൾ സ്ഥാനീയന്മാരായിട്ട് സാഹോദര്യത്തിലെ മൂത്തവരെ അവനേനൊക്കെ നമ്മൾ കുനിഞ്ഞു നിന്ന് തൊഴുന്നെ വേണം. മനസ്സിലായില്ലേ? ത്രിഭുവനേശ്വരൻ പാഞ്ചാലപുത്രയോ കുന്തിദേവി ചൊൽവതിനോർക്കവേ കൃഷ്ണഭക്തികളെ പ്രേമപൂർവം മറ്റുള്ള പേരെയും പൂഞ്ചേലയും കുങ്കുമവും മാല കണ്ണാടി തൊട്ടവ. ഈ സ്ത്രീകൾക്ക് ആദരവ് എങ്ങനെ അർപ്പിക്കുക? കുങ്കുമം തൊടിയിക്കുക, തലയിൽ വയ്ക്കാൻ മുല്ലപ്പൂമാല കൊടുക്കുക, കണ്ണാടി കാണിക്കുക. എങ്ങനെയാണ് അവർ ആദരവ് പങ്കിടുക? കൃഷ്ണപത്നികളെ പ്രേമപൂർവം മറ്റുള്ള പേരെയും പൂഞ്ചേലയും കുങ്കുമവും മാല കണ്ണാടി തൊട്ടവ നൽകി ഒട്ടേറെ മോദിച്ചു പൂജിച്ചാൾ മധുഭാഷിണി. പാഞ്ചാലി മധുഭാഷിണിയാണ്. എന്ത് കാര്യം മന്ദസ്മിതത്തോടുകൂടി മധു ഊർന്ന രീതിയിലേ പറയുള്ളൂ. സുഭദ്ര തെളിവാർന്നൊപ്പം വന്നോരാദാസ്യമാരെയും തൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന കൃഷ്ണപത്നിമാരോടൊപ്പം വന്ന ദാസിമാരെ സുഭദ്ര കൂടുതൽ നന്നായി സ്വീകരിച്ചു. കാരണം അവരുടെ ഭവനത്തിൽ നിന്നല്ലേ വന്നിട്ടുള്ളത്. സ്വന്തം ഭവനത്തിൽ നിന്നല്ലേ ദാസിമാർ വന്നിട്ടുള്ളത്. സുഭദ്ര തെളിവാർന്നൊപ്പം വന്നൊരാദാസ്യമാരെയും ഇഷ്ടം ചോദിച്ചറിഞ്ഞേറെ സൽക്കരിച്ചാൾ മനസ്സിനി. ഇവിടൊക്കെ ഗുണപാഠങ്ങളാണ്. ദാസികളെ കൂടി സന്തുഷ്ട ഹൃദയങ്ങളെ കൊണ്ട് അവരുടെ ഇംഗിതങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ദാസിമാർ ഈ സീക്വൽ ടു അമ്മ എന്നാണ് പറയുക. കാരണം ഈ രാജപത്നിമാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാ. അതിൽ വൃദ്ധമായിട്ടുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഈ എൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയമ്മമാരുടെ ഭാഗ്യം നിൽക്കണത് ഈ ദാസിമാർ മുഖാന്തരല്ലേ? ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മെയ്ഡുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അവരെ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ അവരെ കളവ് പറയുക, നുണ പറയുക എന്നുള്ളതൊന്നും ചെയ്യാതെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് ജോലിയുള്ളൂ. ആത്മാർത്ഥത അത് ശ്രദ്ധിക്കണം. അപ്പോൾ പുതുതാം മട്ടിൽ നാൾ തോറും ധർമ്മനന്ദനൻ പൂജിച്ചാൻ പുകളേറിയിടും പുണ്ടരീകായ ദക്ഷന്. ഓരോ ദിവസം പ്രത്യേക പൂജകൾ ചെയ്ത് കൃഷ്ണനെ സന്തോഷിപ്പിച്ചു എന്നാണ്. കൃഷ്ണനെ പൂജിക്കുക എങ്ങനെ? പുതുതാം മട്ടിൽ നാൾ തോറും ധർമ്മനന്ദനൻ പൂജിച്ചാൻ പുകളേറിയിടും പുണ്ടരീകായ ദാക്ഷണേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 16,008 പരമാം ലക്ഷ്മിമാരെയും ഭഗവാൻ 16,008 ഭാര്യമാരെയും പുത്രങ്ങളെയും പത്രാദികളെയും കൊടുത്തിട്ടുണ്ട്.
ശ്രദ്ധിക്കണം. തൻ കിടാങ്ങളെയും പ്രീതിപൂർവം പൂജിച്ചു പുണ്യവാൻ. വെറുതെ ആണോ ധർമ്മനന്ദനൻ ധർമ്മപുത്രർ എന്നൊക്കെ പറഞ്ഞത്? ഈ 16,008 ഭാര്യമാരെയും അവരുടെ പുത്രപൗത്രാദികളെയും ദാസിന്മാരെയും ഒക്കെ പൂജിച്ച് സന്തോഷിപ്പിച്ചു. സത്യധർമ്മങ്ങൾ തെറ്റാതെ വാഴ്വതിൻ ഫലം മാർന്നവൻ. എത്രക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സത്യധർമ്മങ്ങൾ തെറ്റാതെ വാഴ്വതിൻ ഫലം മാർന്നവൻ. അപ്പോൾ ഫലമുണ്ട്. നിഷ്കാമകർമ്മം ചെയ്തതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ കോടിക്കണക്കിനുള്ള ആൾക്കാരുടെ ആതിഥേയത്വം ചെയ്യാൻ സാധിച്ചത്. ആർക്ക്? ധർമ്മപുത്രർക്ക്. ക്ഷമ തൊട്ടുള്ളവയ്ക്കെന്നും മണ്ണിൽ ആദർശമായവൻ. ക്ഷമ തൊട്ടുള്ളവ, ക്ഷമാശീലം, ക്ഷമ തൊട്ടുള്ളവയ്ക്കെന്നും മണ്ണിൽ ആദർശമായവൻ. ഉൾപ്പൂവിലെത്രയോ കാലം മുതൽക്ക് ആശിച്ച മാതിരി. എത്രയോ കാലമായി ധർമ്മപുത്രരെ ഇങ്ങനെ ഒരു സുദിനം വരാൻ വേണ്ടി കാത്തിരിക്കണം. 16,008 ഭാര്യമാരോടും പുത്രപൗത്രാദികളോടും കൂടി ശ്രീകൃഷ്ണനെ തൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കുറേ കാലം ഒപ്പം താമസിക്കാം. ആലോചിച്ച് നോക്കണം. എന്നിട്ടോ സാധിച്ചതോർത്ത് അകക്കാമ്പിൽ ആനന്ദം മലതല്ലുപോൻ. ആനന്ദം മലതല്ലണു. ആരുടെ മനസ്സിലെ? ധർമ്മപുത്രരുടെ. ദേവർഷിയുടെ നൈപുണ്യമുള്ളാലൊട്ടേറെ വാട്ടുപോൻ. ദേവർഷി, നാരദർഷിക്ക് ഉള്ളം നാരദർഷിയുടെ ചാതുര്യമായ വാക്കുകളെ കൊണ്ടാണ് കൃഷ്ണനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ കൃഷ്ണൻ വരാനും ഇദ്ദേഹത്തെ അനുഗ്രഹിക്കാനും തയ്യാറാണ്. അതാണ് എന്തിനു വഴി മാർഗമായിട്ടുള്ളവരെ നമ്മൾ തിരസ്കരിക്കരുത്, അവരെ നമ്മൾ അഭിനന്ദിക്കണം. ദേവർഷിയുടെ നൈപുണ്യം ഉള്ളാലൊട്ടേറെ വാഴ്ത്തുപോൻ. ഗാണ്ഡവം പണ്ടുതാൻ അഗ്നികേകിച്ചു മയദൈത്യനാൽ സഭാതലം മഹാശൈര്യം തീർപ്പിച്ച കരുണാനിധി. ഈ ഭഗവാന് വേണ്ടിയിട്ട് ചടുലമായ നീക്കങ്ങൾ ചെയ്യുന്ന ആളാണ് നാരദർ. അപ്പോൾ ഇതേപോലെ ഇന്ദ്രപ്രസ്ഥം പോലെ മഹത്തായിട്ടുള്ള ഒരു സഭ മയനെ കൊണ്ട് തീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മയൻ അസുരശില്പിയാണെങ്കിലും ഗാണ്ഡവം എന്നുള്ള കാട്ടിലിരിക്കുമ്പോഴാണ് അഗ്നിനെ ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ട് അർജുനൻ്റെ മുമ്പിൽ എത്തിച്ചത്. ശ്രീകൃഷ്ണനുണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ദഹിക്കാത്തതെന്തോ ഞാൻ കഴിച്ചുപോയി, അത് കാരണം അഗ്നി കുറേ കത്തിക്കണം, എന്നാലേ അത് ദഹിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ഗാണ്ഡവം എന്ന കാടിനെ എനിക്ക് അഗ്നിക്ക് ഇരയാക്കണം എന്ന് പറയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുർലഭം ഒരു 3-4 വ്യക്തികളെ അതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. ഒരു സർപ്പം രക്ഷപ്പെട്ടിട്ടുണ്ട്, മയൻ. അപ്പോൾ ആ മയൻ ആണ് അസുരശില്പിയാണെങ്കിലും ദൈവിക പരിഭാഷ നിലനിർത്തിക്കൊണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള എന്താ പറയുക രാജധാനി നിർമ്മിച്ച് കൊടുത്തുള്ളത്. അപ്പോൾ യുധിഷ്ഠിരൻ ഉൾപ്രിയം ഏകിവാനാൻ ഒട്ടേറെ നാളാവിധം അംബുജാക്ഷൻ സൈന്യനായി ആ സൈന്യത്തോടുകൂടി പാർത്തനോടൊത്തു തേരിൽ കരേറി മോദിച്ചു ഉദാരശീലൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ 5,700 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് നമ്മൾക്ക് അടുത്ത ദിവസം, കാരണം സമയം എന്താണെന്നാ പറയുക, എവിടെ ഇപ്പോൾ പോയി. അതെ, 676 ഭാഗം നാളെ നമുക്ക് പറയാം. അത് 176 സർഗം രാജസൂയ വിജ്ഞാനവും അതെ വിജ്ഞാപനവും മറ്റും. വിജ്ഞാപനം, രാജസൂയ യാഗം ചെയ്യണു എന്നുള്ള വിളംബരം ചെയ്യിപ്പിക്കലാണ്. അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ
അത് ഈ ദിഗ്വിജയമൊക്കെ ചെയ്ത് വന്നതിൻ്റെ ശേഷമാണ് രാജസൂയം. അപ്പോൾ ആലോചിച്ച് നോക്കണം ഇന്ദ്രപ്രസ്ഥത്തിലത്തെ എന്താണെന്നാ പറയുക സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.